ഹരേ കൃഷ്ണ. ഇന്നലെ പറഞ്ഞു നിർത്തിയത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണ കിളിപ്പാട്ട് എന്നതിനെ കുറിച്ചായിരുന്നു. ആധ്യാത്മിക രാമായണം ആര് എഴുതിയെന്നതിന് ഒരു അറിവുമില്ല കേട്ടോ എന്നതാണ് വാസ്തവം. ചില പണ്ഡിതന്മാർ പറയുന്നു അത് വരരുചിയാണെന്ന്, ചിലർ വ്യാസനാണ്. ഈ ആധ്യാത്മിക രാമായണത്തിന് പിന്നിൽ ഒരു കഥ നിലനിൽക്കുന്നു. ഈ കഥ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വിഷ്ണു ഭക്തൻ വാൽമീകി രാമായണം പാരായണം ചെയ്യുകയും പിന്നീട് വാൽമീകി രാമായണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു രാമായണം എഴുതി. താൻ എഴുതിയ രാമായണം വിലയിരുത്തുവാൻ ഒരു മഹർഷിയെ കണ്ടു. പക്ഷെ ആ മഹർഷി വിലയിരുത്താൻ ഒട്ടും തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം പലരെയും കണ്ടു. പക്ഷെ ആരും താൻ എഴുതിയ രാമായണം നോക്കുവാൻ പോലും തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുമ്പോൾ ഒരു മഹർഷി തൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ മഹർഷി ചോദിച്ചു, അങ്ങ് എന്താ ഈ മരച്ചുവട്ടിൽ ഉറങ്ങുന്നത്? അദ്ദേഹം അവിടെ എത്താനുള്ള സാഹചര്യം അങ്ങോട്ട് വിശദീകരിച്ചു. പിന്നീട് മഹർഷി പറഞ്ഞു, ഈ വരുന്ന ശിവരാത്രി അങ്ങ് ഗോകർണയിലേക്ക് പോകുക. അവിടെ പടിഞ്ഞാറ് നടയിൽ നിൽക്കുമ്പോൾ ഒരു മുനി വരും. അദ്ദേഹത്തിനെ തിരിച്ചറിയുവാൻ ആ മുനിയുടെ പിന്നിൽ 4 പട്ടികളുണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹർഷി ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നു. മഹർഷി പറഞ്ഞതുപോലെ അദ്ദേഹം പടിഞ്ഞാറ് നടയിൽ നിന്നു. അപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു മുനി വരുന്നത് കണ്ടു. പിന്നിൽ 4 പട്ടികളുണ്ടായിരുന്നു. താൻ എഴുതിയ രാമായണം മുനി അങ്ങോട്ട് കാണിച്ചു. ആരാണ് എന്നോട് കയ്യിൽ നൽകാൻ പറഞ്ഞത്? മുനി ചോദിക്കുകയാണ്. ഒരു മഹർഷിയാണ്. ആ മുനിക്ക് മനസ്സിലായി. മുനിയുടെ കാമണ്ഡലത്തിൽ നിന്ന് ജലം എടുത്ത് ആ രാമായണത്തിന് മേൽ അങ്ങോട്ട് തെളിച്ചു. പിന്നീട് മുനി പറയുകയാണ്, ഈ രാമായണം മറ്റു രാമായണത്തിനേക്കാൾ പ്രസിദ്ധി നേടുമെന്ന്. താങ്കളുടെ മുന്നിൽ വന്നൊരു ഗന്ധർവനാണെന്നും താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പലരും പറഞ്ഞു. ആ ഗന്ധർവൻ ഭൂമിയിൽ ഒരു ശൂദ്രനായി ജനിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. പിന്നീട് മുനി പോവുകയും ചെയ്തു. തൻ്റെ മുന്നിൽ വന്ന മുനി വ്യാധിവ്യാസനായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. ആ 4 പട്ടികൾ ചതുർവേദങ്ങളായിരുന്നു. അതുപോലെ ആ ഗന്ധർവനാണ് പിന്നീട് തുഞ്ചത്ത് എഴുത്തച്ഛനായി ജനിച്ചത് എന്നാണ് ഐതിഹ്യമാല പറയുന്നത്. ഹരേ രാമ.